5 കുരുന്നുകൾക്ക് പുതുജീവനേകി 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം മടങ്ങുകയാണ്. ആലിന്റെ വൃക്കകളും കരളും മറ്റ് 2 കുട്ടികളിൽ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പൂർത്തിയായി. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ ഹൃദയവാൽവും നേത്രപടലങ്ങളും ദാനം ചെയ്തിരുന്നു. നാട് നെഞ്ചോട് ചേർത്ത ആലിന്റെ സംസ്കാര ചടങ്ങ് നാളെയാണ്. നമുക്കിങ്ങനെ വരുമെന്നോ നമ്മുടെ കുട്ടിയുടെ കൊടുക്കേണ്ടി വരുമെന്നോ ഒന്നും നമ്മളൊന്നും ഒരിക്കലും കരുതിയിരുന്നില്ല. നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട്, പൊതുമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ നമുക്കിത് വരുമ്പം എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ മകനെടുത്ത തീരുമാനം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം എടുത്ത തീരുമാനം അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നാണ്. ഇവിടെ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചാൽ, ഇപ്പം ഞാൻ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ ഒരു കുട്ടി പോയപ്പം ഒരു കുട്ടി പോയി, അത് യാഥാർത്ഥ്യം. അത് മനസ്സിലായിക്കൊണ്ട് തന്നെ 5 കുട്ടികൾ ഞങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്, ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ വരുന്നത്. 5 കുട്ടികളും ഞങ്ങളുടെ കുട്ടിയുടെ കുഞ്ഞിൻ്റെ അവയവമായിട്ട് ജീവിക്കുമ്പോഴതിനുള്ള സന്തോഷമുണ്ട്. മാതൃകാപരമായ തീരുമാനമെടുത്ത ആലിൻ ഷെറിന്റെ മാതാപിതാക്കളായ അരുണിനെയും ഷെറിനെയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറും നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരും അഭിനന്ദിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത്. അലക്സെ, ഗുഡ് ഈവനിങ്. സംസ്ഥാനത്ത് ആദ്യമായാണ് 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അവയവങ്ങൾ, അത് 5 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകുന്നത്. അപ്പോൾ അരുണിനെയും ഷെറിനെയും നമ്മളുടെ ഭാഗത്തു നിന്നും നമ്മളുടെയും അവരോടുള്ള സ്നേഹവും അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാളെയാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു കുഞ്ഞുങ്ങളുടെ ശസ്ത്രക്രിയ, ഇതൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ആലിൻ ഷെറിൻ എബ്രഹാം 10 മാസമാണ് പ്രായം. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ ഷെറിൻ ദമ്പതികളുടെ മകളാണ്, കുഞ്ഞു മകളാണ്. 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് തിരുവല്ലയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുമ്പോൾ MC റോഡിൽ റോഡപകടം ഉണ്ടാകുന്നത്. കാറിലുണ്ടായിരുന്ന ആലിനും ആലിന്റെ മാതാവും ഒപ്പം അവരുടെ ബന്ധുക്കളുമാണ് കാറിലുണ്ടായിരുന്നത്. ആലിന് തൽക്ഷണം ബോധം നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആദ്യം തൊട്ടടുത്തുള്ള ആശുപത്രികൾ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നാണ് പിറ്റേ ദിവസം കൊച്ചി അമൃതയിലേക്ക് എത്തിക്കുന്നത്. അമൃത ആശുപത്രിയിൽ 7 ദിവസം ചികിത്സയിൽ കഴിഞ്ഞു. അതിനുശേഷം വ്യാഴാഴ്ച മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ആ തീരാവേദനയിലും ആ മാതാപിതാക്കളെടുത്ത തീരുമാനത്തിന് കൈയടിക്കുകയാണ് കേരളം ഒന്നാകെ. അതായത് ആ 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനം മഹാമനസ്സ മാതാപിതാക്കൾ കാണിച്ചു. ആ കുഞ്ഞ്, അതായത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ മാറി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ 5 പേരിലൂടെ ആ കുഞ്ഞ് ജീവിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. 5 പേർക്കാണ് ആ കുഞ്ഞ് പുതുജീവൻ നൽകി കടന്നു പോകുന്നത്. ആലിന്റെ ഹൃദയവാൾവ് ദാനം ചെയ്തിട്ടുണ്ട്. അത് ശ്രീചിത്ര വാൾവ് ബാങ്കിൽ സൂക്ഷിക്കുകയാണ്. അത് ഇന്നോ നാളോ, അതായത് ആർക്കാണ് വെച്ചുപിടിപ്പിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ധാരണയാവുക 2 ദിവസത്തിനകമായിരിക്കും. അതിന്റെ ക്രോസ് മാച്ചിങ് നടപടികളടക്കം നടക്കുന്നു എന്നാണ് ശ്രീചിത്രയിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. 2 നേത്രപടലങ്ങൾ അത് അമൃത ആശുപത്രിയിലെ ഈ കോർണിയ ബാങ്കിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതും അർഹരായ കുട്ടികൾക്ക് അതും കൈമാറും. അതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 2 വൃക്കകൾ നൽകിയത് തിരുവനന്തപുരത്ത് SAT ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 10 വയസ്സുകാരിയെ നെയ്യാറ്റിൻകര സ്വദേശിനിക്കാണ്. അവൾ 2 കിഡ്നിയും 2 വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. വൃക്ക മാറ്റിവെക്കുക മാത്രമായിരുന്നു പോം വഴി. കഴിഞ്ഞ 1 വർഷമായി ആ കുഞ്ഞ് ഡയാലിസിസ് അടക്കം എടുത്ത് ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ 2 വൃക്കകളും ആലിന്റെ 2 വൃക്കകൾ ലഭിക്കുന്നു എന്ന വിവരം കേസോട്ടോ അധികൃതർ അവരെ അറിയിക്കുന്നത്. അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതും ഇന്നലെ രാത്രിയോടുകൂടി, അതായത് നമുക്കറിയാം ആ യാത്ര, ഇന്നലെ വൈകുന്നേരം 7:15 കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് അവയവവുമായി എടുത്ത ആംബുലൻസ് 10:15 മണിയോടുകൂടി അത് ആദ്യത്തെ ആശുപത്രിയായ കിംസിലേക്ക് എത്തിച്ചേരുന്നു. തൊട്ടു പിന്നാലെ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നു. ഞാൻ ഈ പറഞ്ഞ കുഞ്ഞിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറിക്ക് ശേഷം ICUവിലാണ്. കുഞ്ഞിന്റെ ശസ്ത്രക്രിയ വിജയകരമായിരുന്നു എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ആരോഗ്യനില സ്റ്റേബിളാണ്, ഈ ഘട്ടത്തിൽ സ്റ്റേബിളാണ്. പക്ഷേ നിരീക്ഷണത്തിൽ, അതായത് കാര്യമായി തന്നെ വിദഗ്ധമായ നിരീക്ഷണത്തിൽ ഈ ദിവസങ്ങളിൽ ആ കുഞ്ഞ് തുടരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മറ്റൊന്ന് കരളാണ്, ആലിന്റെ കരൾ നൽകിയത് കിംസ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 6 മാസം പ്രായമുള്ള നെയ്യാറ്റിൻകര സ്വദേശിയായ കുഞ്ഞിനാണ്. ആ കുഞ്ഞ് അതായത് മരണാനന്തര അവയവദാനത്തിലൂടെ കരൾ സ്വീകരിക്കുന്ന, ഒരു അവയവം സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞാണ് ഈ കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 6 മാസം പ്രായമുള്ള കുഞ്ഞ്. ആ കുഞ്ഞിന്റെ ശസ്ത്രക്രിയയും കഴിഞ്ഞു. അത് സങ്കീർണമായ ശസ്ത്രക്രിയയായിരുന്നു. അതുകൊണ്ട് 14-15 മണിക്കൂറോളം ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വന്നു. പുലർച്ചയോടുകൂടി, അതായത് രാവിലെ 8-9 മണിയോടുകൂടിയാണ് ആ ശസ്ത്രക്രിയ പൂർത്തിയായത്.
ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ രാവിലെ 6:30-7 മണിയോടുകൂടി പൂർത്തിയായി എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. 2 ആശുപത്രികളിൽ ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ബോർഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നതിനും വിദഗ്ധമായ ചികിത്സ നൽകുന്നതിനും മറ്റുമൊക്കെയായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ ബുള്ളറ്റിനും അവർ കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പുറത്തിറക്കുമെന്നാണ് ഈ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവരുടെ മാതാപിതാക്കൾക്ക് സന്തോഷമാണ് ദുഃഖമാണ് ഈ സമയം അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ പങ്കുവെക്കേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ 2 കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് വേദനയിലാണ് അരുണും ഷെറിനും ഉള്ളത്. അവരെ പോലെ തന്നെ ഓരോ മാതാപിതാക്കളാണ് ഇവരും. അവരുടെ നഷ്ടം മനസ്സിലാക്കുന്നു. അവരോട് പറഞ്ഞു വെച്ചത് ഇത്ര മാത്രമാണ്, അതായത് ആലിൻ ജീവിക്കുന്നു, അത് ഈ 2 കുഞ്ഞുങ്ങളിലൂടെ 10 വയസ്സുകാരിയിലൂടെയും അതുപോലെ 6 മാസം പ്രായമുള്ള കുഞ്ഞിലൂടെയും ആലിൻ ജീവിക്കുന്നു, ആലിൻ ഷെറിൻ എബ്രഹാം ജീവിക്കുന്നു എന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനിയും നൽകാനുണ്ട്, മറ്റു കുഞ്ഞുങ്ങൾക്ക് ഹൃദയവാൾവ് നൽകാനുണ്ട്, ഒപ്പം നേത്രപടലങ്ങൾ നൽകാനുണ്ട്. അങ്ങനെ 5 പേർക്ക് പുതുജീവൻ നൽകിയാണ് ആലിൻ കടന്നുപോയത്. ആലിന്റെ മൃതദേഹം ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കുകയാണ് മൃതദേഹം. നാളെയാണ് സംസ്കാര നടപടികൾ നടക്കുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നാളെ വൈകുന്നേരമായിരിക്കും സംസ്കാര നടപടികൾ മല്ലപ്പള്ളിയിലെ പള്ളിയിൽ നടക്കുക. അങ്ങേയറ്റം ദുഃഖത്തിലാണ് ആ നാട്ടുകാർ. അവരോട് നമ്മുടെ പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. അങ്ങേയറ്റം വേദനയിലും ദുഃഖത്തിലുമാണ്. അപ്പോഴും അവർ പറയുന്നത് അവരുടെ ആശ്വാസം ഇത്ര മാത്രമാണ്, ആലിൻ ജീവിക്കുന്നല്ലോ, 5 പേർക്ക് പുതുജീവൻ നൽകി, 5 പേരിലൂടെ ആ കുഞ്ഞ് ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട്, 5 മക്കളായ ആലിൻ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ആ കുഞ്ഞിൻ്റെ മുത്തച്ഛനും മറ്റു ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും ഒക്കെ പറയുന്നു. അങ്ങേയറ്റം വേദനയിലും അരുൺ ഷെറിൻ ദമ്പതികൾ ഇരിക്കുമ്പോഴും കേരളം ഒന്നാകെ അവരെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. അവരുടെ ഈ സ്നേഹവായ്പിന്, ഈ മഹാദാനത്തിന് അവരോട് കടപ്പെട്ടിരിക്കുകയാണ് കേരളം ഒന്നാകെ. അങ്ങനെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പുതുചരിത്രമാണിത്. അത് ഇനി ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച്, അതായത് ശസ്ത്രക്രിയ നടന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇനി അറിയേണ്ടതുണ്ട്. അത്ര കണ്ട് തന്നെ ഡോക്ടർമാർ അവരുടെ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അതിനാണ് ഈ മെഡിക്കൽ ബോർഡ്, അത് 2 ആശുപത്രികളിൽ മെഡിക്കൽ ബോർഡ് പ്രത്യേകം രൂപീകരിച്ചത് പോലും അതിനാണ്. നമ്മൾ അവരുടെ ആരോഗ്യസ്ഥിതി ഇനി അറിയുന്നതിനുള്ള കാത്തിരിപ്പിലാണ്. കൃഷ്ണ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.